പറ്റിയതാടോ? അത് ഞങ്ങൾ എല്ലാരും കൂടി കബഡി കളിച്ചതാ. എന്റെ ടീമാ ജയിച്ചത്. ഇങ്ങനെയുള്ള അവസ്ഥയിലെങ്കിലും തനിക്ക് തമാശ പറയുന്നത് നിർത്തിക്കൂടെ? തന്നെ ആരാ അടിച്ചത്? ഒരാളൊന്നും അല്ല വക്കീലെ, ഒരു കൂട്ടം ആളുകൾ കൂടി അടിച്ച് എയർലാക്കാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്നലെ ശരിക്കും കണ്ടു. ഇതെന്താ ഗുണ്ടായിസോ? ഇത് ജയിലല്ലേ വക്കീലെ? ഇവിടെയുള്ളവര് ഗുണ്ടായിസം കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാ കാണിക്കുക? എന്തായാലും നല്ല ബുദ്ധിയുള്ള ഗുണ്ടകളാ. അടിച്ച പാടൊന്നും പുറമേ കാണില്ല. അമ്മാതിരി ഇടിയായിരുന്നു. എടോ, താൻ ഇതിനെപ്പറ്റി നിർമ്മല മാഡത്തിന് പരാതി കൊടുത്തില്ലേ? ഓ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ തല്ലിയവരെ അക്കമ്മയുടെ ആളുകളായിരുന്നു. അക്കമ്മയോ? അതാരാ? ഇവിടുത്തെ ഒരു കൊച്ചമ്മയാ. അന്തേവാസികൾക്കിടയിൽ ഒരു നേതാവ് പോലെ. അവർക്കിവിടെ വലിയ പിടിപാടുണ്ട്. നിർമ്മല മാഡം പോലും അവര് പറയുന്ന കേട്ടിട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അത്ര സ്വാധീനമൊന്നേ ഒരു തടവുള്ളിക്കും കൊടുക്കാൻ പാടില്ലല്ലോ. ഈ സൂപ്രണ്ടൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നേ? ദേ, താൻ പേടിക്കണ്ട, ഞാനേ അവരുടെ മേലുദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തോളാം. അയ്യോ, അതൊന്നും വേണ്ട. ഇങ്ങനെ പരാതി കൊടുക്കുന്നവരുടെ അവസ്ഥ ഇപ്പൊ ഉള്ളതിനേക്കാളും മോശമാവും. ഇവിടെ ഒറ്റുകാരെ വളരെ മോശം രീതിയിലാ കൈകാര്യം ചെയ്യാ. വെറുതെ എനിക്ക് കൂടുതൽ തല്ല് വാങ്ങി തരല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? തൽക്കാലം വക്കീൽ ഒന്നും ചെയ്യണ്ട. ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. എടോ, താൻ എങ്ങനെയാ ഇവരെ പോലുള്ള കുറ്റവാളികളെ കൈകാര്യം ചെയ്യാ? കേട്ടിട്ട് എനിക്ക് എന്നെ പേടിയാവുന്നു. അതൊക്കെ ഞാൻ ചെയ്തോളാം. അതിരിക്കട്ടെ, പീതാംബരനെ കുറിച്ച് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അയാള് മംഗലാപുരത്തേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തില്ല. പിന്നെ എന്തിനാ അയാൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയെന്ന് മനസ്സിലാവുന്നില്ല. അയാളെ വേറെ എവിടെയെങ്കിലും വെച്ച് കൊന്നിട്ട് അവിടെ കൊണ്ടിട്ടതായിരിക്കും. അങ്ങനെ കരുതേണ്ടി വരും. അയാൾക്ക് ശത്രുക്കൾക്കൊരു കുറവുമില്ലാത്തോണ്ട് കൊന്നത് ആര് വേണമെങ്കിലും ആവാം. പക്ഷേ ഏറ്റവും സാധ്യത കൂടുതൽ ഗോപാലനാവാൻ തന്നെയാ. പെർഫെക്റ്റ് ആയ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ആർക്കും പറ്റില്ല വക്കീലെ. അയാൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവും. ആ അബദ്ധം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച നമുക്ക് അയാളെ പൊക്കാം. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം. അല്ല, വീട്ടിലെ വിശേഷങ്ങൾ പറ വക്കീലെ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാനും അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്നെയോ? കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്.